വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. എല്ലാവർക്കും സമയമില്ലാതെ എത്രയും പെട്ടെന്ന് എല്ലാറ്റിൽ നിന്നും മോചനം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിന് പറ്റിയത് സിഹറിൽ നിന്നും രക്ഷ നേടാൻ ഹിസ്ബുൽ ബഹർ, ഹിസ്ബുൻ നസ്ർ ഇതൊന്നും ചൊല്ലാൻ സമയം കിട്ടാത്തവർ ചെറിയ എന്തെങ്കിലും ചൊല്ലിത്തരുമോ അല്ലെങ്കിൽ പറഞ്ഞു തരുമോ എന്നാണ് നസീബ് ചോദിച്ചത്. അങ്ങനെ ചെറുതായിട്ട് ചൊല്ലാനുള്ളതുമുണ്ട്. ചിലർക്ക് കച്ചവടത്തിൻ്റെ തിരക്കൊക്കെ കൊണ്ട് പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതിൽ നാസിൽ ഇമാം, അതുപോലെ അസാലി ഇമാം അടക്കമുള്ള ധാരാളം പേര് പരിചയപ്പെടുത്തിയ ഒരു ദിക്റുണ്ട്. അത് ഇങ്ങനെയാണ്. എന്ത് ചൊല്ലിയാലും ചെറിയ ദിക്റാണെങ്കിലും അതിൻ്റെ നമ്മൾ ഈ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്ന പോലെ അതിൻ്റെ പ്രാരംഭത്തിൽ സൂറത്തുൽ ഫാത്തിഹ, പിന്നെ ആയത്തുൽ കുർസി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത്രയും ഓതണം. അതിനുശേഷം 161 പ്രാവശ്യം യാ ഹഫീദു യാ മാനിഉ, യാ ഹഫീദു യാ മാനിഉ, ഇത് ഈ രണ്ട് ഇസ്മുകളും ചേർത്ത് പറയുക. അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകളാണ്. യാ ഹഫീദു യാ മാനിഉ, ഇത് രണ്ടും 161 പ്രാവശ്യം ചൊല്ലുക. അതിനു മുൻപായി നേരത്തെ പറഞ്ഞ ഫാത്തിഹ, ആയത്തുൽ കുർസി, പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, അതത്രയും ഓതിയതിനു ശേഷം 161 പ്രാവശ്യം ചൊല്ലുക. ഇനി ഇതിനും സമയം ലഭിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും, എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെ ശേഷവും 7 പ്രാവശ്യം യാ ഹഫീദു യാ മാനിഉ എന്ന ദിക്ർ 7 പ്രാവശ്യം ചൊല്ലി നെഞ്ചിൽ ഊതുക. സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം, രണ്ടാലൊരു നിസ്കാരത്തിൻ്റെ ശേഷം നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതും ഓതുക. അപ്പോൾ സുബഹിൻ്റെ ശേഷമോ ഇശാഇൻ്റെ ശേഷമോ ആ സൂറത്തുകളും ആയത്തുകളും ഓതുക. എല്ലാ ഫർദ് നിസ്കാരത്തിൻ്റെ ശേഷവും യാ ഹഫീദു യാ മാനിഉ എന്ന ദിക്ർ മുടങ്ങാതെ പതിവായി ചൊല്ലുക. അങ്ങനെ ചിലർക്ക് നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ പതിവായി ചൊല്ലുന്നത് ചിലപ്പോൾ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുന്നവരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ദിവസത്തിൽ ഒരു പ്രാവശ്യം 161 തവണ ഫാത്തിഹയും മറ്റ് ആയത്തുൽ കുർസിയൊക്കെ ഓതിയതിന് ശേഷം 161 പ്രാവശ്യം ചൊല്ലുക. ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നു, മിൻ കുല്ലി സിഹ്റിൻ, എല്ലാ സിഹ്റിൽ നിന്നും അവനെ കാക്കപ്പെടും. മിൻ കുല്ലി ഐനിൻ, എല്ലാ കണ്ണേറിൽ നിന്നും അവനെ കാക്കപ്പെടും. മിൻ കുല്ലി ജിന്നിൻ വ ശൈത്വാനിൻ, പൈശാചികവും ജിന്നിയായ ഷർറുകളെ തൊട്ട് കാക്കപ്പെടും. വമിൻ ഇൻസിൻ, മനുഷ്യരിൽ നിന്നും ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും കാക്കപ്പെടും. പക്ഷേ ചെറുതാണെങ്കിലും നല്ല മനസ്സാന്നിധ്യത്തോടെ പതിവായി ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് നൽകിയാൽ അത് വലിയൊരു മാറ്റം തന്നെയാണ്, വലിയൊരു കാവൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറുതായിട്ട് പറയാൻ പറ്റുന്നത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ.